അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ കൃത്യമായി പാലിക്കുവാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അർ റഹീം, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ മറ്റൊരു നാമം. അർ റഹീം എന്നത് കരുണ കാണിക്കുന്നവൻ എന്നാണ്. വിശുദ്ധ ഖുർആൻ അൽ അഹ്സാബിലെ 43-ാമത്തെ ആയത്തിൽ വക്കാന ബിൽ മുഅ്മിനീന റഹീമ, അവൻ സത്യവിശ്വാസികളിൽ വളരെ കരുണയുള്ളവനാണ്. വിശുദ്ധ ഖുർആനിൽ ഏകദേശം 114 പ്രാവശ്യം അർ റഹീം എന്ന നാമം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യമാണ് ഈ റഹീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശ്വാസികളെക്കുറിച്ച് അള്ളാഹ് പറയുന്നു, സൂറത്ത് തൗബയിലെ 99-ാമത്തെ ആയത്ത്, സയുദ്ഖിലുഹുമുല്ലാഹു ഫി റഹ്മതിഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അള്ളാഹു അവരെ തൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അൽ അഗ്റാഫിലെ 156-ാമത്തെ ആയത്തിലും ഇതുപോലുള്ള ഒരു ആശയം നമുക്ക് കാണാം. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുതൂന സകാത്ത വല്ലദീന ഹും ബി ആയാതിന യുഅ്മിനൂൻ. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക്, അതായത് സത്യവിശ്വാസികൾക്ക് പ്രത്യേകമായി ഞാൻ അത് കാരുണ്യം രേഖപ്പെടുത്തുന്നതാണ്. മാത്രമല്ല, റഹീം എന്നുള്ള അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ അത്യുത്തമ ഈ നാമം സുന്നത്തിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബ്ദുല്ലാഹിബ്നു അംറിൽ നിന്നും നിവേദനം ചെയ്യുന്നൊരു ഹദീസ്, ലൗ അന്നൽ ഇബാദ ലം യുദ്നിബു ലഖലഖല്ലാഹു ഖൽഖൻ യുദ്നിബൂന സുമ്മ യഗ്ഫുറു ലഹും വഹുവൽ ഗഫൂറുർ റഹീം. ദാസന്മാർ പാപം ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹു പാപം പ്രവർത്തിക്കുന്ന സൃഷ്ടികളെ പടക്കുകയും അനന്തരം അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. തീർച്ചയായും അവൻ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാകുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് സത്യവിശ്വാസികൾക്ക് പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ കാരുണ്യം അത് നേടിയെടുക്കുവാനുള്ള വഴികളെക്കുറിച്ചാണ് നാം രണ്ടാമതായി ചിന്തിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ കാരുണ്യം നേടുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി മാർഗങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകമായി ഖുർആനിലൂടെ നമ്മളത് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന 2-3 കാര്യങ്ങൾ. സൂറ ആൽ ഇമ്രാനിലെ 132-ാമത്തെ ആയത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ പഠിച്ചവൻ്റെ പ്രത്യേകമായ കാരുണ്യം ലഭിക്കും. വഅതിഉല്ലാഹ വറസൂല ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക, നിങ്ങൾ അനുഗ്രഹീതരായേക്കാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയേക്കാം. അതേപോലെ തന്നെ ഖുർആൻ പിൻപറ്റുകയും തഖ്വയിൽ ജീവിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് പ്രത്യേകമായി അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും. അൽ അൻആമിലെ 155-ാമത്തെ ആയത്ത്, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക് ഫത്തബിഉഹു വത്തഖു ലഅല്ലക്കും തുർഹമൂൻ. ഇതാകട്ടെ നാം അവതരിപ്പിച്ച നന്മ നിറഞ്ഞ ഗ്രന്ഥം, അതിനെ നിങ്ങൾ പിൻപറ്റുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. ഇനി മറ്റൊരു ആയത്ത്, ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിച്ചു കേൾക്കുകയും മൗനം പാലിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പടച്ചവന്റെ പ്രത്യേകമായ കാരുണ്യം ലഭിക്കും. അഗ്റാഫിലെ 204-ാമത്തെ ആയത്ത്, വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. അതേപോലെ നമസ്കാരം യഥാവിധി കൃത്യമായി സമയാസമയം നിർവഹിക്കുന്ന ആളുകൾക്കും സക്കാത്ത് കൊടുക്കുന്നവർക്കും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഈ റഹ്മത്ത് കിട്ടും. സൂറ അന്നൂറിലെ 56-ാമത്തെ ആയത്തിൽ വഅഖീമുസ് സ്വലാത്ത വആതു സക്കാത്ത വഅതിഉർ റസൂല ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും റസൂലിനെ അനുസരിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. മറ്റൊരു ആയത്തുകൂടി, ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് ധാരാളമായി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേകമായ റബ്ബിന്റെ കാരുണ്യം ലഭിക്കും. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. സൂറത്ത് നംലിലെ 46-ാമത്തെ ആയത്താണ്. നിങ്ങൾക്ക് അള്ളാഹുവോട് പാപമോചനം തേടിക്കൂടെ,
എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം നൽകപ്പെട്ടേക്കാം. അതുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തേത്, ആ കാരുണ്യം ലഭിക്കാൻ നമ്മൾ ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി ലനംതു നഫ്സി ളുൽമൻ കസീറൻ. അള്ളാഹുവെ, ഞാൻ എന്നോട് തന്നെ ധാരാളം അക്രമം പ്രവർത്തിച്ചു. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത. നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുകയില്ല. ഫഗ്ഫിർ ലീ. അതുകൊണ്ട് മഗ്ഫിറത്തൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അതുകൊണ്ട് നിന്നിൽ നിന്നുള്ള പാപമോചനം അള്ളാഹുവെ നീ എനിക്ക് നൽകണമേ. എന്നോട് നീ കരുണ കാണിക്കണമേ. നീ പാപങ്ങൾ പുറത്തു മാപ്പാക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണല്ലോ. മറ്റൊന്ന്, മഗ്ഫിറത്തിനും തൗബക്കും വേണ്ടിയുള്ള തേട്ടം. അബ്ദുല്ലാഹിബിൻ ഉമർ അള്ളാഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരു മജ്ലിസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100 തവണ ഇപ്രകാരം പറയുന്നത് ഞങ്ങൾ എണ്ണുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. റബ്ബി ഗഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. അള്ളാഹുവേ, നീ എനിക്ക് പുറത്തു മാപ്പാക്കണമേ, എൻ്റെ തൗബ നീ സ്വീകരിക്കണമേ. നിശ്ചയം നീ തൗബ സ്വീകരിക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണല്ലോ. അതുകൊണ്ട് ഈ ഒരു അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം പഠിക്കുകയും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ആ റഹ്മത്ത് കിട്ടാനുള്ള വഴികളെക്കുറിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ നമ്മൾ ജീവിക്കുകയും ചെയ്യുക. റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.